ശ്രീനാരായണ പരമഗുരവേ നമ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ശിവസ്തവം ശ്ലോകം 7. അപരമിതൊക്കെയും പരിചയിക്കുമതിങ്കലിരുന്ന ഭജയമായണഞ്ഞതിനു കണ്ടറി നീ മനമേ. ജഡപടമംഗമാമിതിലിരുന്നു ജപിക്കുകിലിങ്ങു പരതി വന്നു ചേരുമകതാരിലൊരിമ്പമതാ. അങ്ങയെ നിരന്തരം സേവിക്കാൻ കഴിഞ്ഞാൽ പുനർജന്മം ഇല്ലാതാവും. അതിനെന്നെ അനുഗ്രഹിക്കുക. പരമമായതെന്തോ അതിൽ ലക്ഷ്യം വെച്ച് ജപമാല ജപിച്ചുകൊണ്ടിരുന്നാൽ ഉപരതി മൂലമുള്ള ഇമ്പം കിട്ടും. അപരിമിതൊക്കെയും പരമല്ലാത്ത ശ്രേഷ്ഠമല്ലാത്ത വിഷയങ്ങൾ മുഴുവൻ പരിചയിക്കും, പരിചയപ്പെടും. ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇതിങ്കലിരുന്ന് ഈ ജന്മത്തിൽ നിന്ന് അപജയമായി അണിഞ്ഞതിൽ തോൽവി എന്ന നിലയിൽ വന്നു ചേർന്നതാണ് വിഷയങ്ങൾ. വിഷയാനുഭവം ഒരു പരാജയത്തിൻ്റെ ഫലമാണെന്നർത്ഥം. മനമേ, അല്ലയോ മനസ്സേ, നീ കണ്ടറി, നീ നല്ല പോലെ മനസ്സിലാക്കുക. അംഗമാം ഇതിലിരുന്ന് അപ്രധാനമായ, പ്രധാനമായി കരുതാൻ പാടില്ലാത്ത ഈ ജീവിതത്തിൽ ഇരുന്ന് ജപപടം, ജപമാല ജപിക്കുകിൽ, ആവർത്തിച്ച് ജപിച്ചാൽ, ഇങ്ങ് ഇവിടെ ഉപരതി വൈരാഗ്യം, ശമം, ദമം, ഉപരതി തിതീക്ഷ, സമാധാനം, ശ്രദ്ധ മുതലായ ഗുണങ്ങളിൽ ഒന്ന് വന്നുചേരും, ഉണ്ടാകും. അകതാരിൽ, മനസ്സിൽ ഒരിമ്പമതാം, അത് ഒരു ആനന്ദമായി തീരും. വിലയില്ലാത്ത വിഷയങ്ങളെ മുഴുവൻ പരിചയപ്പെടുന്ന ഈ ജീവിതത്തിൽ നിന്ന് ഒരു പരാജയം എന്ന നിലയിൽ വന്നു ചേർന്നതാണ് വിഷയം. മനസ്സേ, നീ അതു കണ്ടു ധരിക്കുക. അപ്രധാനമായ ഈ ജീവിതത്തിൽ ഇരുന്ന് ജപമാല ജപിച്ചാൽ ഉപരതി ഉണ്ടാകും. അതിൽ നിന്ന് മനസ്സിന് ആനന്ദം ഉളവാകും. മൂല്യരഹിതമായ വസ്തുക്കൾ വിട്ട് അമൂല്യ വസ്തുവിനെ ലക്ഷ്യമാക്കി ശിവനാമം ജപിച്ചാൽ ഹൃദയത്തിൽ ആനന്ദം ഉദ്ഭൂതമാകും. ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന നശ്വരങ്ങളായ വിഷയങ്ങൾ അപജയം അണയ്ക്കുകയേയുള്ളൂ. വിഷയാനുഭവങ്ങൾ എന്തൊക്കെ നേടിയാലും മനസ്സിനൊരിക്കലും തൃപ്തിയോ കാര്യമായ സുഖമോ ലഭിക്കുന്നതല്ല. മാത്രമല്ല, നൈമിഷികമായ ഏത് വിഷയസുഖവും തുടർച്ചയായ ദുഃഖത്തിന് കാരണമായി ഭവിക്കും. അങ്ങനെ കുറെയൊക്കെ അനുഭവിച്ചു മടുത്താണ് മനസ്സ് വിഷയങ്ങളിൽ നിന്നും പിന്മാറി മനമലരിട്ട് ഭഗവാനെ കുമ്പിടാൻ തീരുമാനിച്ചത്. എന്നിട്ടും വിഷയവാസന ശമിക്കുന്നില്ല. ആത്മാനന്ദം അറിയായ്കയാണതിനു കാരണം. മനുഷ്യ ശരീരം മൃഗങ്ങളെപ്പോലെ ഇന്ദ്രിയ സുഖങ്ങൾക്കു വേണ്ടി വലിച്ചെറിയാനുള്ളതല്ല. തന്നിൽ കുടികൊള്ളുന്ന ഈശ്വരനെ കാണാൻ കരുത്തുള്ള ഉപകരണമാണിത്. ഈ ശരീരം ഭഗവത് നാമം ജപിക്കാനായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടമാണ്. ജപപടം എന്നതിന് ജപിക്കുവാനുള്ള വസ്ത്രം എന്നാണർത്ഥം. മനുഷ്യദേഹമാകുന്ന ആസനത്തിലിരുന്ന് സദാ നാമജപം തുടരുമെങ്കിൽ തീർച്ചയായും ഉപരതി വന്നു ചേരും. വിഷയോന്മുഖമായ മനസ്സിൻ്റെ ഉപശമവും ആത്മോന്മുഖമായ മനസ്സിൻ്റെ ആനന്ദാനുഭവമാണ് ഉപരതി. ഉപരതി വരുന്നതോടെ ഇതിൽ കവിഞ്ഞൊരു സുഖം ഇവിടെ ഇനി കിട്ടാനില്ലെന്ന് മനസ്സിന് ബോധ്യമാകുന്നു. ജീവിതം ധന്യമായെന്നും അനുഭവിക്കാറാകുന്നു. ഉപരതിക്ക് വേണ്ടി യത്നിക്കാത്ത മനുഷ്യജന്മം നിഷ്ഫലമെന്ന് താത്പര്യം. അദ്വൈത സത്യം അനുഭവിക്കാത്തിടത്തോളം സംസാര ശൃംഖല തുടരാനിട വരുമെന്നാണിനി പറയുന്നത്. ഓ
ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓ